റിച്ച് കോർണറിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ടുള്ള പ്രോട്ടീൻ ലഡു ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് നട്ട്സ് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പം ഞാനിന്ന് എടുത്തേക്കണത് ഡേറ്റ്സ്, വാൾനട്ട്, സൺഫ്ലവർ സീഡ്, പംകിൻ സീഡും സിനമൺ സീഡും ആട്ടോ ഞാൻ എടുത്തേക്കണത്. ഫ്ലാക്സ് സീഡും കാഷ്യൂനട്ടും ഞാൻ എടുത്തിട്ടില്ല. ഫ്ലാക്സ് സീഡ് ചിലവർക്ക് സ്റ്റൊമക്ക് അപ്സെറ്റ് ഉണ്ടാകുന്നത് കാരണം ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടില്ല. എപ്പോഴും നിങ്ങൾ ഫ്ലാക്സ് സീഡ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യാനായിട്ട്. കാഷ്യൂനട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടില്ല. വെയിറ്റ് ഗെയിനിങ് ആയതുകൊണ്ടാണ് കാഷ്യൂനട്ട് ഞാൻ ആഡ് ചെയ്യാത്തത്. നിങ്ങൾക്കത് യൂസ് ചെയ്യാം കേട്ടോ. ഓരോ നട്ട്സും സെപ്പറേറ്റ് ആയിട്ട് ലോ ഫ്ലെയിമിൽ ജസ്റ്റ് നമുക്ക് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ചൂടാറുമ്പോഴേക്കും നമുക്കിത് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഡേറ്റ്സിൻ്റെ സീഡ്സും ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഞാൻ ഇന്ന് എടുത്തേക്കുന്ന സെയിം ഡ്രൈ ഫ്രൂട്ട്സ് തന്നെ എടുക്കണം എന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമുക്ക് എല്ലാ നട്ട്സും കൂടി ഒരുമിച്ച് മിക്സിയിൽ അടിച്ചെടുക്കാം. അഡീഷണലി ഞാൻ അതിനകത്ത് ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ഡേറ്റ്സിനകത്ത് ആഡ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് വീണ്ടും ഷുഗർ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കിത് നല്ല ലഡുവിൻ്റെ ഷേപ്പിൽ ബോളാക്കി എടുക്കണം. അപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റിയപ്പോൾ നല്ല തിക്കായിരുന്നു. അപ്പോൾ ഞാൻ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തു. പൊടിച്ചതിന് ശേഷം നമുക്ക് ലഡു ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി നെയ്യും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈസി ആയിട്ട് നമുക്ക് ലഡുവിൻ്റെ ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റും. അപ്പം നമുക്കിത് ഡെയിലി ഒരെണ്ണം വെച്ച് നമുക്ക് കഴിച്ചാൽ മതി. വെള്ളമില്ലാത്ത സ്റ്റോറേജ് ബോക്സിൽ നമുക്കിത് അടച്ചു വെച്ചാൽ മതി. നിങ്ങൾക്കത് ഫ്രിഡ്ജിലോ അല്ലാതെ നോർമൽ ടെമ്പറേച്ചറിലാണെങ്കിൽ ഇത് വെച്ചാൽ മതി. വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ ലഡു റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം.